മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയിൽ ആശങ്ക വേണ്ടെന്നും ഡാമിന് കേടുപാടുകളില്ലെന്നും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അണക്കെട്ട് സന്ദർശിച്ച് പരിശോധന നടത്തി നാലാമത്തെ മേൽനോട്ട സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അണക്കെട്ടിന്റെ ഘടന, ഉപകരണങ്ങൾ, ഹൈഡ്രോ മെക്കാനിക്കൽ ഘടകങ്ങൾ, ഗാലറി എന്നിവയുൾപ്പെടെ വിവിധ വശങ്ങൾ സമിതി പരിശോധിച്ചു. 2025 മൺസൂണിന് ശേഷമുള്ള അണക്കെട്ടിന്റെ സ്ഥിതിയും പരിശോധിച്ചു. അണക്കെട്ടിന് നിലവിൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നും കണ്ടെത്തിയില്ലെന്നും പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒന്നും തന്നെയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അണക്കെട്ടിനെ ചൊല്ലി കേരളത്തിനും തമിഴ്നാടിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ മേൽനോട്ട സമിതി യോഗത്തിൽ രമ്യമായി പരിഹരിച്ചു. തമിഴ്നാട് സർക്കാർ കേരളത്തിന് ചില ഉപകരണങ്ങൾ നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമായി. വനമേഖലയിലൂടെ അണക്കെട്ട് പ്രദേശത്തേക്ക് തമിഴ്നാടിന് വേണ്ടവിധം പ്രവേശനം നൽകാനും കേരള സർക്കാർ സമ്മതിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അണക്കെട്ടിന്റെ വെള്ളത്തിനടിയിലെ അവസ്ഥ വിലയിരുത്തുന്ന റിമോട്ട് ഓപ്പറേറ്റ് വെഹിക്കിൾ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത നടപടികളെക്കുറിച്ചും സമിതി ചർച്ച ചെയ്തു. റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് കേരളം വേഗത്തിൽ തീരുമാനമെടുക്കുകയും ഗ്രൗട്ടിംഗ് ജോലികൾ തുടരാൻ അനുവദിക്കുകയും ചെയ്യും. അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച സമഗ്രമായ വിലയിരുത്തലുകളുടെ സാധ്യതയും മേൽനോട്ട സമിതികൾ തീരുമാനിച്ചിട്ടുണ്ട്. മൂല്യനിർണ്ണയത്തിന് ആവശ്യമായ സ്വതന്ത്ര വിദഗ്ധ സമിതിയിൽ ഉൾപ്പെടുത്തേണ്ട വിദഗ്ധരുടെ പട്ടിക ഇരു സംസ്ഥാനങ്ങളും സമർപ്പിക്കും. ചട്ടങ്ങൾ പ്രകാരം പാനൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് NDSA അന്തിമ തീരുമാനമെടുക്കും. ബേബി ഡാമിന്റെ അറ്റകുറ്റപ്പണികളിൽ തമിഴ്നാടിന്റെ ആവശ്യത്തിൽ മരങ്ങൾ മുറിക്കുന്നതിന് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ മന്ത്രാലയത്തിൽ നിന്ന് അനുമതി നേടണമെന്നും അനിൽ ജെയിൻ പറഞ്ഞു. NDSA ചെയർമാൻ അനിൽ ജെയിൻ, NDSA അംഗം രാകേഷ് ഡോട്ടേജ, നോഡൽ ഓഫീസർ ആനന്ദ് രാമസ്വാമി, തമിഴ്നാട് സൂപ്പർവൈസറി കമ്മിറ്റി സെക്രട്ടറി ജയകാന്തൻ, കേരള സൂപ്പർവൈസറി കമ്മിറ്റി അംഗം വിശ്വനാഥ് സിൻഹ, സൂപ്പർവൈസറി കമ്മിറ്റി ചെയർമാൻ R ബ്രഹ്മണ്യൻ, ഗോക് അംഗം R പ്രിയേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് മുല്ലപ്പെരിയാർ ബേബി ഡാം പ്രദേശങ്ങൾ സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.